Today our topic utility and utility concepts. Then what is meant by utility? Utility simply means value. Utility is generally defined as the capacity or power of a commodity to satisfy a want. അവിടെ നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഉപയുക്തത, നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ, ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന അതിനെയാണ് ആ സാറ്റിസ്ഫാക്ഷൻ ഫാക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി സിംപ്ലി മീൻസ് വാല്യൂ ആൻഡ് യൂട്ടിലിറ്റി ഈസ് ജനറലി ഡിഫൈൻഡ് ആസ് ദ കപ്പാസിറ്റി ഓർ പവർ ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ എ വാണ്ട്. ഒരു കമ്മോഡിറ്റി, ഒരു പ്രോഡക്റ്റ് എന്താവട്ടെ, ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആണോ, ആ സാറ്റിസ്ഫാക്ഷൻ ലെവൽ, അതാണ് അവിടെ യൂട്ടിലിറ്റി. നമുക്ക് നമ്മുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ആ പ്രൊഡക്റ്റിനെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ദെൻ ഇറ്റ് ഗീവ്സ് ഹിം സം യൂട്ടിലിറ്റീസ്. അത്തരം സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, അതൊരു യൂട്ടിലിറ്റി ലഭ്യമായിട്ടുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു 10 രൂപയുടെ ഒരു പാനയാണെങ്കിൽ പോലും ദെൻ ആ സമയത്ത് നമുക്കത് കിട്ടി, അതിൻ്റെ ഉപയുക്തത എത്രമാത്രമുണ്ട്, നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആണോ. ദെൻ അവിടെ യൂട്ടിലിറ്റി സിംപ്ലി മീൻസ് വാല്യൂ, അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ക്രിയേറ്റ്സ് വാല്യൂ. Then utility is generally defined as the capacity or power of a commodity that is satisfy a need. Then utility is the want satisfying power of a commodity or service. Utility determines demand for a commodity. Utility ആണ് പിന്നെ എന്ത് ചെയ്തിരുന്നത്, it creates demand for a product. ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു ചെറിയൊരു എക്സാമ്പിൾ എടുത്തു. അതേപോലെ തന്നെ ഏതൊരു പ്രോഡക്റ്റും ആവട്ടെ, നമ്മൾ ഒരു പൈസ കൊടുത്തൊരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ലഭ്യമാവുന്നുണ്ട് എന്നുള്ളതാണ്. ആ സാറ്റിസ്ഫാക്ഷൻ ഫാക്ടറിനെയാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ നമ്മുടെ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ആ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് എന്ത് പറയാനായിട്ട് സാധിക്കും, ദെൻ ഇറ്റ് ക്രിയേറ്റ്സ് യൂട്ടിലിറ്റി, ദെൻ ഇറ്റ് ക്രിയേറ്റ്സ് വാല്യൂ. അവിടെ യൂട്ടിലിറ്റി ഈസ് എ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി ഓർ സർവീസ്. യൂട്ടിലിറ്റി ഡിറ്റർമിൻസ് ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി. യൂട്ടിലിറ്റി സിംപ്ലി മീൻസ് വാല്യൂ. Utility is generally defined as the capacity or power of a commodity to satisfy a want. Then next topic, what is meant by total utility? Total utility is defined as total psychological satisfaction which a consumer gets from consuming a given amount of a particular good. Suppose a consumer consumes 5 oranges at a particular time. Total utility is the sum of the utilities derived from all the 5 oranges. Total utility is measured in units called units. And what is meant by total utility എന്ന് പറയുമ്പോൾ, total utility is defined as the total psychological satisfaction which a consumer gets from consuming a given amount of particular goods. അതായത് ഇപ്പം നമ്മളൊരു കമ്മോഡിറ്റി യൂസ് ചെയ്യാണ്, ആ കമ്മോഡിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ഒരു ഓറഞ്ച് ആദ്യം കഴിച്ചു നോക്കി, വീണ്ടും നമ്മൾ അടുത്ത ഓറഞ്ച് കഴിച്ചു. അപ്പോൾ ദെൻ ഓരോ ഓറഞ്ചുകളും കഴിക്കും തോറും അദ്ദേഹത്തിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നും കഴിക്കും തോറും അല്ലെങ്കിൽ ഓരോന്നും ഉപയോഗിക്കും തോറും എത്രമാത്രം യൂട്ടിലിറ്റി, സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ആ ഒരു വ്യക്തിക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടലിനെയാണ് നമ്മളോട് എന്ത് പറയുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എക്കണോമിക്സിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, നീഡ്സ്, വാണ്ട്സ്, അതേപോലെ തന്നെ നീഡ്സ്, വാണ്ട്സ് ആൻഡ് യൂട്ടിലിറ്റി. ഇത് മൂന്നുമാണ് അതിൻ്റെ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവണം, അതേപോലെ തന്നെ നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കണം, അതിനൊരു എഫർട്ട് ഉണ്ടായിരിക്കും. അത് എന്തിനു വേണ്ടി, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് നമ്മളത് ഉപയോഗിക്കുകയാണ് ചെയ്യാം. ഇതൊക്കെ ഒരു എക്കണോമിക്സിൻ്റെ ബേസാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ആ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഓഫ് എ കൺസ്യൂമറിനെയാണ് നമ്മളവിടെ എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി is the want satisfying power of a commodity or service. Then utility determines demand for a commodity. യൂട്ടിലിറ്റി ആണ് ആ കമ്മോഡിറ്റിക്ക് ഒരു ഡിമാൻഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഓഫ് എ കൺസ്യൂമർ ഫോർ കൺസ്യൂമിങ് എ പ്രോഡക്റ്റ്. ഏതൊരു പ്രോഡക്റ്റ് ആവട്ടെ, ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് കിട്ടാകാവുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവലിനെയാണ് നമ്മളവിടെ എന്ത് പറയുന്നത്, ആ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ക്രിയേറ്റ്സ് വാല്യൂ. അവിടെയാണ് നമുക്കത് വാല്യൂ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കാനായിട്ട് സാധിക്കാം. The next one is total utility. ഞാൻ പറഞ്ഞു, total utility is defined as total psychological satisfaction which a consumer gets from consuming a given amount of a particular good. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉപയോഗിക്കും തോറും നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഓരോ പ്രോഡക്റ്റും നമുക്ക് ഒരു വിധത്തിലുള്ള മറ്റൊരു വിധത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ ലഭ്യമാവുന്നുണ്ട്. ഈ സാറ്റിസ്ഫാക്ഷൻ്റെ
ടോട്ടലിനെയാണ് നമ്മളോട് എന്ത് പറയുക, ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മളവിടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then next one is what is meant by marginal utility. Next term, marginal utility. It is defined as the additional utility derived from the consumption of the last unit is known as marginal unit of a product. What is meant by marginal utility? That is, it is defined as additional utility derived from the consumption of the additional unit എന്ന് പറയാം, അല്ലെങ്കിൽ ലാസ്റ്റ് യൂണിറ്റ് വരെയും. അതായത് നമ്മൾ ഓരോ യൂണിറ്റും ഉപയോഗിക്കും തോറും നമുക്ക് കിട്ടുന്ന അഡീഷണൽ സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. It is simply means utility obtained from the last unit consumed. Then ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം ഒരു യൂണിറ്റ് ഒരു ഓറഞ്ച് കഴിച്ചപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് 50 നമുക്ക് കിട്ടിയിരിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമത് നമുക്ക് കഴിച്ച് നോക്കിയപ്പോൾ ഒരു 42 അല്ലെങ്കിൽ 40 നമുക്ക് കിട്ടിയിരിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ആദ്യം കഴിച്ചത്ര സാറ്റിസ്ഫാക്ഷൻ രണ്ടാമത് കഴിച്ചപ്പോൾ ഇല്ല. ദെൻ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട് ഓരോ അഡീഷണൽ യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് വണ്ണിന് നമ്മൾ ഒരു ഓറഞ്ച് കൂടെ കഴിച്ച് നോക്കിയപ്പോൾ നമുക്ക് എത്രയാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അത് 32 നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മളതിനെ ഏതെങ്കിലും ഒരു നമ്പേഴ്സിലേക്ക് ശരിക്കും നമുക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല, എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ അവിടെ ഓരോ അഡീഷണൽ യൂണിറ്റ് ഉപയോഗിക്കും തോറും നമുക്ക് അവിടെ എന്ത് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദെൻ ഫസ്റ്റ് യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ 50 എന്ന് പറയുകയാണെങ്കിൽ സെക്കൻഡ് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പറഞ്ഞു ദെൻ അത് 40 തേർഡ് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമുക്ക് 32 നമുക്ക് കിട്ടിയിരിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത്. ദെൻ പിന്നെ നമ്മൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ചിലപ്പോൾ നമുക്കൊരു 25 ആയിരിക്കാം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിൽ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരണു എന്നുള്ളതാണ്. ദെൻ അവിടെ നിങ്ങൾ നോക്കേണ്ടത് നമുക്ക് കിട്ടിയിരിക്കുന്ന യൂട്ടിലിറ്റി മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഓരോ അഡീഷണൽ യൂണിറ്റും ഒരു കസ്റ്റമർക്ക് ഒരു കൺസ്യൂമർക്ക് കൊടുക്കുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ, അതുതന്നെയാണ് നമ്മളുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അവിടെ നമ്മൾ നോക്കുക, ദെൻ ഫസ്റ്റ് യൂട്ടിലിറ്റി ഫസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് 50 ആയിരുന്നുവെങ്കിൽ ദെൻ സെക്കൻഡ് വൺ ഈസ് 40 നമ്മൾ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിൽ നമുക്ക് അവിടെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറഞ്ഞിട്ടുണ്ട്. എത്ര യൂണിറ്റ് കുറഞ്ഞിട്ടുണ്ട്, 10 യൂണിറ്റ് കുറഞ്ഞിട്ടുണ്ട്, 10 കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 50 - 40 ദാറ്റ് ഈസ് 10. നെക്സ്റ്റ് അഡീഷണൽ യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 40 - 32 ദാറ്റ് ഈസ് 8. ദെൻ ഈ രീതിയിലാണ് നമ്മളവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ 32 ദെൻ നെക്സ്റ്റ് വൺ ഈസ് 32 - 25 ദാറ്റ് ഈസ് 7. ഇങ്ങനെ ഓരോ അഡീഷണൽ യൂണിറ്റ് ഉപയോഗിക്കും തോറും നമ്മുടെ യൂട്ടിലിറ്റി കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ അഡീഷണൽ യൂണിറ്റും അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്താണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്, യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഒരു കൺസ്യൂമർക്ക് കൊടുക്കുന്നത് അദ്ദേഹം ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവലിനെയാണ് നമ്മളോട് എന്ത് പറയുക, യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. യൂട്ടിലിറ്റി ക്രിയേറ്റ്സ് വാല്യൂ. ദെൻ യൂട്ടിലിറ്റി സിംപ്ലി മീൻസ് വാല്യൂ. യൂട്ടിലിറ്റി ഈസ് ജനറലി ഡിഫൈൻഡ് ആസ് ദ കപ്പാസിറ്റി ഓർ പവർ ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ അവർ വാണ്ട്സ്. നമ്മുടെ ആഗ്രഹങ്ങളെയോ ആവശ്യങ്ങളെയോ സംതൃപ്തിപ്പെടുത്തി കൊടുക്കുന്നതിനെ നമുക്ക് ആ പ്രൊഡക്റ്റിനുള്ള കപ്പാസിറ്റിയാണ് നമ്മളോട് എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ യൂട്ടിലിറ്റി ചിലപ്പോൾ എന്താവാം, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ദെൻ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം മാർജിനൽ യൂട്ടിലിറ്റി ദ യൂട്ടിലിറ്റി ഒബ്റ്റെയിൻഡ് ഫ്രം ദ ലാസ്റ്റ് യൂണിറ്റ് കൺസ്യൂംഡ്. ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്യും തോറും ഉണ്ടാകാവുന്ന ഡിഫറൻസ്. ദെൻ അവിടെ നമ്മൾ പറഞ്ഞു മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ സം ഓഫ് ദി മാർജിനൽ യൂട്ടിലിറ്റീസ് എന്ന് പറയാം. ദെൻ അതായത് ഓരോ അഡീഷണൽ യൂണിറ്റ് ഉപയോഗിക്കും തോറും നമുക്കുണ്ടാകാവുന്ന ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മളോട് എന്ത് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി മീൻസ് ഇറ്റ് ഈസ് ദ ടോട്ടൽ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ വിച്ച് എ കൺസ്യൂമർ ഗെറ്റ്സ് ഫ്രം ദി കൺസ്യൂമിങ് എ ഗിവൺ എമൗണ്ട് ഓഫ് പർട്ടിക്കുലർ ഗുഡ്സ്. Then next one is what is meant by law of diminishing marginal utility. Law of diminishing marginal utility നിങ്ങൾ +2 ക്ലാസ്സുകളിലൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. വാട്ട് ഈസ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയിലെ that means law of diminishing marginal utility states that a consumer consumes more and more of a commodity
then every additional unit gives him lesser and lesser satisfaction. That is called as law of diminishing marginal utility. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എക്കണോമിക്സിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇത്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ദെൻ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി കംപ്രൈസസ് 3 terms. That is, first one is law, LAW, law of diminishing മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇതിൽ വരിക, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ വരുന്നത്. ദെൻ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, എ കൺസ്യൂമർ കൺസ്യൂംസ് മോർ ആൻഡ് മോർ ഓഫ് എ കമ്മോഡിറ്റി, ദെൻ എവറി കമ്മോഡിറ്റി, ദറ്റ് ഈസ് എവറി അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി ഗീവ്സ് ഹിം ലെസർ ആൻഡ് ലെസർ സാറ്റിസ്ഫാക്ഷൻ. ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അവിടെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നതാണ് എന്തായിട്ട് എടുക്കുന്നത് നമ്മൾ ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അവിടെ the intensity or desire of a good to the consumer falls after consuming a certain amount. അവിടെ നമ്മൾ പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയിലെ ദ ഇൻറ്റൻസിറ്റി ഓർ ഡിസയർ ഫോർ എ ഗുഡ് ടു ദ കൺസ്യൂമർ ഫോൾസ് ആഫ്റ്റർ കൺസ്യൂമിങ് എ സർട്ടൈൻ എമൗണ്ട്. ഒരു പരിധി വരെ നമ്മളൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഓരോ പ്രോഡക്റ്റ് ഉപയോഗിക്കും തോറും അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവല് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അവിടെ ഫസ്റ്റ് ലെവലിൽ ഉണ്ടായിരിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതായിരിക്കില്ല സെക്കൻഡായിട്ട് വരുമ്പോൾ നമുക്കൊരു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളിൽ ആദ്യം ഒരു ഓറഞ്ച് കഴിച്ചപ്പോൾ ശരിക്കും ഏതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന യൂട്ടിലിറ്റി 50 ആണെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് 42 ആണെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് 35 ആയിട്ടെടുത്തു, അല്ലെങ്കിൽ 32 ആയിട്ടെടുത്തു. 40 ആണ്, 32 ആണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഓരോ അഡീഷണൽ യൂണിറ്റും ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന 10 ഡിഫറൻസ്, പിന്നെ നമുക്ക് 8 ഡിഫറൻസ്, പിന്നെ 7 ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ അഡീഷണൽ യൂണിറ്റും ഉപയോഗിക്കും തോറും അദ്ദേഹത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എക്സാമ്പിൾ എപ്പോഴും നമ്മൾ പറയാറുള്ളൊരു എക്സാമ്പിളിനെ നമ്മളൊരു എന്താ പറയുക, നമ്മൾ വളരെ വല്ലാതെ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്ക് ദാഹം എന്ന് പറയുന്നതാണ് നമുക്കവിടെ ഒരു നീഡ്, തേഴ്സ്റ്റി എന്ന് പറയുന്നതാണ് അവിടെ നമുക്ക് അറൈസ് ചെയ്തിരിക്കുന്ന ഒരു നീഡ് എന്ന് പറയുന്നത് അല്ലേ. വളരെ നന്നായിട്ട് നമുക്ക് ദാഹിക്കുന്ന സമയത്ത് നമുക്കൊരു ഗ്ലാസ് ജ്യൂസ് ലഭിക്കാം എന്ന് നമുക്ക് കിട്ടുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ദാഹത്തെ ശമിപ്പിക്കാനായിട്ട് നമ്മൾ 50 രൂപയാണ് കൊടുത്തത് അല്ലെങ്കിൽ 80 രൂപയാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ കൂടെ പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് ബിയോണ്ട് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് എ കൺസ്യൂമർ അല്ലേ. ആ കൺസ്യൂമർ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും മുകളിലാണ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്കതൊരു അർജൻസിയാണ്, നീഡിയാണ്. അവിടെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അവിടെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന രൂപയുടെ മൂല്യത്തേക്കാൾ വളരെ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് വാല്യൂ, ദാറ്റ് ഈസ് ഓൾസോ യൂട്ടിലിറ്റി. അതാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള എക്സാമ്പിളാണ്, അത് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താവും, നമ്മുടെ ദാഹം നമുക്കൊന്ന് കുറയും. ദെൻ നെക്സ്റ്റ് വൺ വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേണമെങ്കിൽ നമുക്ക് കുടിക്കാം എന്ന് പറയുന്ന ആ ഒരു തീമിലാണ് നമ്മളത് എടുക്കുക. വേണമെങ്കിൽ കഴിക്കാം എന്നുള്ള രീതിയിൽ. ദെൻ നെക്സ്റ്റ് വൺ സെക്കൻഡ് വണ്ണ് നമ്മൾ എന്ത് ചെയ്യും, അത് ഉപയോഗിക്കും. ദെൻ പക്ഷേ ആദ്യത്തെ പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ രണ്ടാമത് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിൽ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നില്ല. കാരണം നമ്മൾ ഫുള്ളി ഫിൽഡാണ്. ദെൻ നെക്സ്റ്റ് വൺ ഉപയോഗിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നുകൂടെ കുറയാണ്. വീണ്ടും മൂന്നാമതൊരു ഗ്ലാസ് കൂടെ എന്ന് പറയുമ്പോൾ അത്രമാത്രം നമ്മൾ എന്തെല്ലാം തേഴ്സ്റ്റി അല്ല. പിന്നെയും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വില കുറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ശ്രമിച്ച് നോക്കാം അല്ലേ. ഇപ്പം നമ്മളൊരു ഫുഡാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവല് ദെൻ അപ്പം തന്നെ ഒരു 10 മിനിറ്റിന് ശേഷം അപ്പം തന്നെ കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ലെവല് കിട്ടുന്നില്ല. അവിടെ നമ്മുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ദെൻ ആ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നതാണ് അതിനെടുക്കാവുന്ന ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ദെൻ അതാണ് ആ പറയുന്നൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ദെൻ ഇവിടെ നമ്മൾ പറയുന്നത് അത് തന്നെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ. Then law of diminishing marginal utility states that a consumer consumes more and more of a commodity, then every additional unit gives him lesser and lesser satisfaction. Then
Then law of diminishing marginal utility. The law states that a consumer certain amount of good, the marginal utility from its diminishing as more and more units are consumed. This is natural tendency. It is considered as a fundamental psychological law of consumption. ഇതാണ് ഫണ്ടമെൻ്റൽ ലോ ആയിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതാണ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഫണ്ടമെൻ്റൽ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. ദെൻ താഴെ തന്നിരിക്കുന്ന ഒരു ടേബിൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനത് ഇൻസേർട്ട് ചെയ്യാം. ദ ടേബിൾ ഷോസ് ദാറ്റ് യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഓറഞ്ച് ടു ദ കൺസ്യൂമർ. ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ആദ്യം യൂണിറ്റ് ഓഫ് ഓറഞ്ച് എന്ന് പറയുന്നൊരു ടേബിളിൽ ഫസ്റ്റ് വൺ ഈസ് 1, ദെൻ സെക്കൻഡ് വൺ ഈസ് 2, 3, 4, 5. 1, 2, 3, 4, 5. ടോട്ടൽ യൂട്ടിലിറ്റി 25, 42, 55, 55, 50. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ദെൻ 40. ആദ്യം 25 നമുക്ക് കിട്ടിയിരിക്കുന്ന യൂട്ടിലിറ്റി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് 25. ദെൻ സെക്കൻഡ് വൺ ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി 42 ആണ്. അപ്പോൾ ദെൻ 42 മൈനസ് 25 ദാറ്റ് ഈസ് 17. ദെൻ തേർഡ് വൺ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഓരോ യൂണിറ്റ് നമുക്ക് കഴിക്കും തോറും നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ യൂട്ടിലിറ്റി കൂടുമല്ലോ, നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഉപയുക്തത കൂടും. ടോട്ടൽ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ്റെ ആകെ തുകയാണ് നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി. ആദ്യത്തെ ഓറഞ്ച് കഴിച്ചപ്പോൾ 25 പറഞ്ഞു. രണ്ടാമത് കൂടെ കഴിച്ചപ്പോൾ നമുക്ക് ദെൻ അവിടെ 17 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മാർജിനൽ യൂട്ടിലിറ്റി. അതുകൂടി ആഡ് ചെയ്ത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 42 ആയി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് തേർഡ് യൂണിറ്റ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ യൂട്ടിലിറ്റി 55 ആണ്. ദെൻ അവിടെ നമ്മൾ ചെയ്യുന്നത് ഓരോ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് അതിന് മുൻപത്തെ യൂട്ടിലിറ്റി മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി റേസ് ചെയ്യുന്നത്. അപ്പോൾ 25, 42, 55, 55, 50. ദെൻ ഫോർത്ത് യൂണിറ്റ് നാലാമതൊരു ഓറഞ്ച് കൂടെ കഴിച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ യാതൊരു ചേഞ്ചും ഇല്ല. 55 ആയിരുന്നു, ഇപ്പോഴും അതെന്ത് തന്നെയാണ്, 55 തന്നെയാണ്. ദെൻ അവിടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോലും നമുക്ക് അവിടെ എന്തില്ല, സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടില്ല. അത് അവിടെ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിട്ട് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് യൂണിറ്റ് ഓഫ് ഓറഞ്ചസ്. അഞ്ചാമതൊരു ഓറഞ്ച് കൂടെ കഴിച്ചു നോക്കിയപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 50 ആയിട്ട് മാറിയിട്ടുണ്ട്. ആ 50 എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 50 മൈനസ് 55, ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് പ്രീവിയസ് യൂട്ടിലിറ്റി, മുൻപത്തെ യൂട്ടിലിറ്റി കൂടെ മൈനസ് ചെയ്തപ്പോൾ -5 ആണ് വന്നിരിക്കുന്നത്. ദെൻ ഇതിലേക്ക് പോയേക്കാണത് നെഗറ്റീവ് യൂട്ടിലിറ്റിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ടേബിൾ പ്രസൻറ്റേഷൻ കൊടുത്തിരിക്കുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. ദെൻ നെക്സ്റ്റ് പിക്ചർ കൂടെ ഒന്ന് നോക്കാം. നെക്സ്റ്റ് പിക്ചറിൽ ദെൻ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ദെൻ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി അവിടെ ദെൻ എക്സ് ആക്സിസും വൈ ആക്സിസും കൊടുത്തിട്ടുണ്ട്. എക്സ് ആക്സിസിലെ കൺസംഷൻ ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ്, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. 0, 1, 2, 3, 4, 5. ദെൻ അവിടെ വൈ ആക്സിസിൽ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ കൺസംഷൻ ലെവലാണ്. ഓരോ അഡീഷണൽ യൂണിറ്റ്സും കഴിക്കുന്നവർ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ്. അപ്പോൾ എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് യൂണിറ്റും വൈ ആക്സിസിൽ നമ്മുടെ യൂട്ടിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അതിൽ 0 എന്ന് പറയുമ്പോൾ 0യിൽ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കാം. 1, ദെൻ അത് ഏതിലേക്ക് പോയിട്ടുണ്ട്, നമുക്ക് 25 ആയിട്ടുണ്ട്. ടോട്ടൽ യൂട്ടിലിറ്റി സെക്കൻഡ് വൺ കഴിച്ചപ്പോൾ 42 ആയിട്ടുണ്ട്. ദെൻ അവിടെ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് നോക്കുക, ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം മാർജിനൽ യൂട്ടിലിറ്റിയുടെ അവസ്ഥ എന്താണ്, ആദ്യത്തെ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് 25 ആണ്. അതിനുശേഷം അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡിമിനിഷ് ചെയ്ത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ടോട്ടൽ യൂട്ടിലിറ്റിയും രണ്ടാമത് മാർജിനൽ യൂട്ടിലിറ്റിയുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ then അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ it is clear from the table that total utility from the consumption of oranges goes on increasing as it consumes more and more units, but marginal utility shows a tendency to diminishing. അവിടെ marginal utility കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. Marginal utility to the consumer diminishes because total utility increases at a diminishing rate till he consumes 3 oranges.
Then oranges, when a consumer for or total utility ceases to increase but remains constant, then at that stage marginal utility become 0. Then when fifth orange is consumed, total utility is diminishing and therefore marginal utility becomes negative. ദെൻ ഫിഫ്ത്ത് അഞ്ചാമതൊരു ഓറഞ്ച് കൂടെ കഴിച്ചപ്പോൾ ദെൻ അത് ഏതിലേക്ക് പോയി? മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷിങ് റിട്ടേൺസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് നെഗറ്റീവ് റിട്ടേൺസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. when the diminishing utility is a graphically represented we get a diagram. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആ ഡയഗ്രത്തിൽ നോക്കിയാൽ അറിയാം അതിന് മാർജിനൽ യൂട്ടിലിറ്റിയും അതുപോലെ തന്നെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ആ മാർജിനൽ യൂട്ടിലിറ്റി ആദ്യത്തെ മാത്രമേ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ, പിന്നെ ഓരോ യൂണിറ്റും ആ ഒരു കൺസ്യൂമറിൻ്റെ യൂട്ടിലിറ്റി കുറച്ച് അത് ഏതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്? നെഗറ്റീവ് യൂട്ടിലിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് വാട്ട് ഈസ് മെൻ ബൈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് എ കൺസ്യൂമർ കൺസ്യൂംസ് more and more of a commodity. Every additional unit gives him lesser and lesser satisfaction. Next one is assumptions of the law. The law of diminishing marginal utility is based on the following assumptions. അതായത് ഇനി ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മളിത് ഉപയോഗിക്കുക? വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി? Then first one is homogeneous goods. All unit of the goods consumed should be identical. One of the important point that is an homogeneous goods എന്ന് പറയുമ്പോൾ ഒരേപോലെയുള്ള ഗുഡ്സ് ആയിരിക്കണം. അതായത് നമ്മൾക്കിപ്പോൾ കൺസ്യൂം ചെയ്യുക എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരേപോലെയുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ആ ഒരു അഡീഷണൽ യൂണിറ്റും അദ്ദേഹത്തിന് എന്താണ് കൊടുത്തുകൊണ്ടിരിക്കുക? ലെസർ ആൻഡ് ലെസർ സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് പറഞ്ഞു. ദെൻ അവിടെ ഹോമോജിനസ് ഗുഡ്സ്, ഐഡൻറ്റിക്കൽ പ്രോഡക്റ്റ്, ഒരേപോലെയുള്ള പ്രോഡക്റ്റുകളായിരിക്കണം. അതായത് നമ്മൾ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്കവിടെ നമ്മൾ പറഞ്ഞു വീണ്ടും അത് തന്നെയാണ് ലഭിക്കുന്നത്, അപ്പോൾ അതേ പ്രോഡക്റ്റ് തന്നെ നമുക്ക് കൺസ്യൂം ചെയ്യും തോറും ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്കൊരു വിരസത അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ മടുപ്പ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് അല്ല വേറൊരു പ്രൊഡക്റ്റാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഇപ്പം നമ്മളൊരു ഭക്ഷണമൊക്കെ കഴിച്ചു, ഇനി നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് അതിൽ നിന്ന് വേറൊരു ഒന്നിലേക്ക് നമ്മൾ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ടേസ്റ്റും പ്രിഫറൻസും അതുപോലെ നമ്മുടെ നീഡ്സും വാൺസും നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് ഫീൽ ചെയ്യും അല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് തന്നെ വീണ്ടും ലഭിക്കുക എന്ന് പറയുന്നതാണ് ആ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യാനുണ്ടായിരിക്കുന്ന ഒരു കാരണം. ദെൻ അവിടെ അസംഷൻസ് ഓഫ് ലോ എന്ന് പറയുന്നതിൽ ദെൻ ഫസ്റ്റ് പോയിന്റ് ഈസ് ഹോമോജിനസ് ഗുഡ്സ്. ഓൾ യൂണിറ്റ് ഓഫ് ദ ഗുഡ് കൺസ്യൂംഡ് ഷുഡ് ബി ഐഡൻറ്റിക്കൽ. Then second point, continuity in consumption. Consumption should be continuous without any time interval. കണ്ടിന്യൂറ്റി ഇൻ കൺസംഷൻ ഷുഡ് ബി കണ്ടിന്യൂസ് വിത്തൗട്ട് എനി ടൈം ഇൻ്റർവെൽ. അതായത് ഇപ്പോൾ ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എല്ലായ്പ്പോഴും അപ്ലിക്കബിൾ ആവണമെങ്കിൽ എങ്ങനെയാണെങ്കിൽ മാത്രമേ അത് അപ്ലിക്കബിൾ ആവുള്ളൂ? ദെൻ ഫസ്റ്റ് പറയുന്നു ഹോമോജിനസ് ഗുഡ്സിൻ്റെ കേസിൽ അപ്ലിക്കബിൾ ആണ്. സെക്കൻഡ് വൺ പറയുന്നത് കണ്ടിന്യൂറ്റി ഇൻ കൺസംഷൻ ഉണ്ടായിരിക്കണം. ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കും തോറും അത് കണ്ടിന്യൂസ് ആയിരിക്കണം. നമ്മൾ ഇന്നൊന്ന് കഴിച്ചു പിന്നെ നാളൊന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടൈം ഗ്യാപ്പ് എടുക്കാനായിട്ട് പാടില്ല. ദെൻ കണ്ടിന്യൂറ്റി ഇൻ കൺസംഷൻ, അതേ സമയത്ത് തന്നെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു മടുപ്പ് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പോയിന്റിൽ കണ്ടിന്യൂറ്റി ഇൻ കൺസംഷൻ, അവിടെ കണ്ടിന്യൂറ്റി ഇൻ കൺസംഷൻ എന്ന് പറയുന്ന പോയിന്റിന് പ്രാധാന്യമുണ്ട്. കൺസംഷൻ ഷുഡ് ബി കണ്ടിന്യൂസ് വിത്തൗട്ട് എനി ടൈം ഇൻ്റർവെൽ. ദെൻ തേർഡ് പോയിന്റ് ഈസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ ഷുഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ദെൻ ഫോർത്ത് പോയിന്റ് ഈസ് പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ദെൻ ആർ കൺസ്യൂം ടു ബി കോൺസ്റ്റൻറ്റ്. അതായത്
നമുക്ക് വീണ്ടും അതേ പിന്നെയും വില കുറയ്ക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും വാങ്ങിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാവും. അപ്പോൾ ദെൻ അവിടെ നിന്ന് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആർ അസ്യൂം ടു ബി കോൺസ്റ്റൻറ്റ്. മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ വില കുറയുകയോ കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒറിജിനൽ കമ്മോഡിറ്റി അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ 3 പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഹോമോജിനസ് ഗുഡ്സ്, സെക്കൻഡ് വൺ ഈസ് കണ്ടിന്യൂറ്റി ഇൻ കൺസംഷൻ, തേർഡ് പോയിൻറ്റ് ഈസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ആൻഡ് ഫോർത്ത് പോയിൻറ്റ് ഈസ് പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ദെൻ ഇത്രയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഹോമോജിനസ് ഗുഡ്സ്, കണ്ടിന്യൂറ്റി ഇൻ കൺസംഷൻ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ ഷുഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. Price of related goods, that is price of related goods are assumed to be constant. Then these are the assumptions of the law. Then what are the exceptions of law of diminishing marginal utility? Exceptions പറയുകയാണെങ്കിൽ, even though the law of diminishing marginal utility is universally valid, there are some exceptions to the law. Then first one is rare collections, hobbies and etc. അപ്പോൾ റെയർ കളക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ the law is not applicable in the case of hobbies and rare collections like stamp, old coins etc. അവിടെ നമുക്ക് പറയുന്നത് റെയർ കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വിരളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് അത്തരം സിറ്റുവേഷനിൽ എന്ത് ബാധകമല്ല, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് ബാധകമല്ല. അവിടെ റെയർ കളക്ഷൻസ് ആണ് അതിന് കാരണം. റെയർ കളക്ഷൻസ് ആൻഡ് ഹോബീസ്. ദ ലോ ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ഹോബീസ് ആൻഡ് റെയർ കളക്ഷൻസ് ലൈക്ക് സ്റ്റാമ്പ്, ഓൾഡ് കോയിൻസ് എക്സെട്ര. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് മൈസർ. ദ ലോ ഈസ് അപ്ലിക്കബിൾ ഓൺലി ഇൻ ദ കേസ് ഓഫ് നോർമൽ ഹ്യൂമൻ ബീയിങ്സ്. മൈസേഴ്സ് ആർ എക്സെപ്ഷൻസ്. ഇനി നമ്മൾ പറയുന്നത് മൈസേഴ്സിൻ്റെ ഒരു ഹാബിറ്റൊക്കെ ആണെങ്കിൽ അവർക്ക് എത്ര കിട്ടിക്കഴിഞ്ഞാലും അവർക്കത് മതിയാവില്ല. അതിങ്ങനെ കൂട്ടി വെക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ മൈസറിൻ്റെ കേസിൽ നമ്മൾ ഈ പറയുന്ന ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി അപ്ലിക്കബിൾ അല്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദറ്റ് ഈസ് എ ലിക്വർ. ദ ലോ ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ലിക്വർ ആൻഡ് സിമിലർ ഇൻടോക്സിക്കൻസ്. അതായത് മദ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ വീണ്ടും ഉപയോഗിക്കും തോറും കൂടുതൽ ഉപയോഗിക്കാനുള്ള ഒരു ആസക്തിയായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അതായിരിക്കും അതിൻ്റെ. അപ്പോൾ അത്തരത്തിലുള്ള അത്തരം പ്രോഡക്റ്റുകൾ നമുക്ക് ഇതിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അപ്പം നമുക്ക് അസംഷൻസ് പറഞ്ഞു. നമ്മൾ ഏതൊക്കെ അസംഷൻസ് പറഞ്ഞേ? ഹോമോജിനസ് ഗുഡ്സ്, അതേപോലെ തന്നെ കണ്ടിന്യൂറ്റി ഇൻ കൺസംഷൻ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എക്സെട്ര. ദെൻ exception case of law of diminishing marginal utility. First one is rare collection, hobbies etc., miser, liquor etc. Then what is the relation between marginal utility and total utility? മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ പറയുന്നത്. ദ റിലേഷൻ ബിറ്റ്വീൻ മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി, ദറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻസ്. അവിടെ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി നമുക്കിങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. ദെൻ സെയിം ടൈം ടോട്ടൽ യൂട്ടിലിറ്റി നമുക്ക് ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോ അഡീഷണൽ യൂണിറ്റും മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു, എന്നാൽ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി റീച്ചസ് ടു ബിക്കം സീറോ. മാർജിനൽ യൂട്ടിലിറ്റി എന്തായിട്ട് മാറുന്നുണ്ട്? സീറോ ആയിട്ട് മാറുന്നുണ്ട്. സീറോ ആവുകയും അതേസമയം തന്നെ അതെന്തായിട്ട് മാറുകയും ചെയ്യുന്നു? നെഗറ്റീവ് യൂട്ടിലിറ്റിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ കേസിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ആദ്യം എന്ത് ചെയ്യുന്നു? അത് കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. സെക്കൻഡ് വൺ ഇറ്റ് റീച്ചസ് ടു സീറോയിൽ എത്തിച്ചേരുന്നു. ദെൻ ബിക്കംസ് നെഗറ്റീവ്. അവിടുന്ന് അത് വീണ്ടും നെഗറ്റീവിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ടോട്ടൽ യൂട്ടിലിറ്റിയുടെ കേസിലാണെങ്കിൽ ഇൻക്രീസസ് ബട്ട് ഡിമിനിഷിങ് റേറ്റ്. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് ബട്ട് ഡിമിനിഷിങ് റേറ്റിലുള്ളൊരു ഇൻക്രീസ് മാത്രമാണ് അവിടെ കാണുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് റീച്ചസ് മാക്സിമം. അത് മാക്സിമത്തിലേക്ക് എത്തുകയും ഡിക്ലൈൻസ് ഫ്രം ദി മാക്സിമം. ഇങ്ങനെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ്
What are the limitations and exceptions? നമ്മൾ പറഞ്ഞ പോയിൻ്റാണ്. The law of diminishing marginality may not apply to rare collection. അത്തരം കേസുകൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. The law of diminishing marginality does not hold in the consumable goods like liquor, alcohol product, etc. The law does not apply to miser. ഒരു പിശുക്കനായിട്ടുള്ള ഒരാളുടെ കേസിൽ നമുക്കിത് അപ്ലിക്കബിൾ അല്ല. The law cannot apply to money. പണത്തിൻ്റെ കേസിൽ നമുക്ക് എന്ത് അപ്ലിക്കബിൾ അല്ല? പണം നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല, അതിൻ്റെ ഉപയോഗം ഒരുപാട് കൂടുതലാണ്. അപ്പം ഒരു തവണ നമുക്കൊരു 5,000 കിട്ടി, പിന്നെ ഒരു 10,000 കിട്ടി, പിന്നെ ഒരു 15,000 കിട്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കത് എത്ര കിട്ടും തോറും നമുക്ക് ആവശ്യം കൂടി വരികയുള്ളൂ. ഒരിക്കലും നമുക്കത് മതിയാവില്ല എന്ന് പറയാം. The law cannot apply to money. The law fails when there is a large number of consumers to consume a commodity. When a consumer consumes a commodity for the first time, then he get increasing marginal utility for some time, then man seeing the television for the first time in his life, and then he may get increasing marginal utility for some times. The next one is practical importance of law of diminishing marginal utility. അപ്പോൾ law of diminishing marginal utility പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് എവിടെയൊക്കെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യാറുള്ളത്? Helpful in taxation, basis of the theory of equal distribution of wealth, helpful in regulating daily expenditure, determination of market price, helpful to the monopolist, then basis of economic laws. നമുക്കൊന്നുകൂടെ പറയാം. പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ പ്രാധാന്യം. ഫസ്റ്റ് വൺ ഈസ് ഹെൽപ്ഫുൾ ഇൻ ടാക്സേഷൻ പ്രോസസ്സിനെ ഇവിടെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് എ ഗ്രേറ്റ് ഹെൽപ്പ് ഇൻ ദ സ്ഫിയർ ഓഫ് ടാക്സേഷൻ. Then the principle of taxation is that taxes should be levied according to the ability of the pay. The rich people must be made to pay more taxes than the poor. So the government levies progressive taxes. The law of diminishing marginal utility provides a base of progressive system of tax. പലപ്പോഴും ഇതൊരു പ്രോഗ്രസീവ് സിസ്റ്റം ഓഫ് ടാക്സ് ഫിക്സേഷനെ ജനങ്ങളുടെ കൺസംഷൻ ബിഹേവിയറിനെ കുറിച്ചോ അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റിയെ കുറിച്ചോ വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷമാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ബേസിസ് ഓഫ് ദ പോളിസി ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ദെൻ അവിടെ മോഡേൺ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് സഫർ ഫ്രം എക്സ്ട്രീം അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം. With a view to reduce the wealth of the rich, the government levy higher taxes on the rich. The money thus taken from the rich is distributed to the poor by way of free education, free medical aid, etc. Thus, the government public expenditure policy is based on the law of diminishing marginal utility. ഇനി അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, അതായത് എല്ലാവർക്കും ഒരു സമത്വമില്ലായ്ക, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസി ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ ആ സമയത്തും നമ്മൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. Then third point is helpful in regulating daily expenditure. This law helps a consumer to regulate their daily expenditure. As we go on buying more of a commodity, its marginal utility falls. We should not buy too much of a particular commodity. We should stop further buying at a point where marginal utility equals to the price of the commodity. അവിടെ പറയുന്നത് ഹെൽപ്ഫുൾ ഇൻ റെഗുലേറ്റിംഗ് ഡെയിലി എക്സ്പെൻഡിച്ചർ. നമ്മുടെ റെഗുലറായിട്ടുള്ള നമ്മുടെ എക്സ്പെൻഡിച്ചറിനെ എന്ത് സ്വാധീനിക്കുന്നുണ്ട്? ഈ പറയുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സ്വാധീനിക്കുന്നുണ്ട്. ദെൻ ഫോർത്ത് പോയിന്റ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് എ മാർക്കറ്റ് പ്രൈസ്. ഒരു കമ്മോഡിറ്റിയുടെ മാർക്കറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിക്കാവുന്നതാണ്? ദെൻ ഇത് ഉപയോഗിക്കാവുന്ന ഡിറ്റർമിനേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ്. ദ ലോ ക്യാൻ ബി അപ്ലൈഡ് ഫോർ ഡിറ്റർമിനിങ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റീസ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി മസ്റ്റ് ഫോൾ വെൻ ഇറ്റ് സപ്ലൈ ഇൻക്രീസസ്. Then fifth point is helpful to monopolist. The law of diminishing marginal utility helps the monopolist to charge different prices from different types of people with different incomes in order to make maximum profit. Then last point is basis of economic law. The law of diminishing marginal utility is one of the fundamental law of economics. The law of demand is based on this law. This law explains why the demand curve slopes downward. Law of consumer surplus.
law of equimarginal concept, law of elasticity of demand have been derived from the law of diminishing marginal utility. ഈ നിയമങ്ങളെല്ലാം തന്നെ മാർജിനൽ യൂട്ടിലിറ്റിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നതാണ് എന്ന് പറയാം. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് വൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ ലോ ഓഫ് എക്കണോമിക്സ്. The law of demand is based on this law. The law explains why demand curve slopes downward. Law of consumer surplus, law of equimarginal utility, elasticity of demand have been derived from the law of diminishing marginal utility. അപ്പോൾ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ലോ ഓഫ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ഇൻ ടാക്സേഷൻ, ബേസിസ് ഓഫ് ദി പോളിസി ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, helpful in regulating daily expenditure, determination of market price, helpful to the monopolist, basis of economic laws, etc. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് മെൻ ബൈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളോട് ചോദിക്കുന്നത്. എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയണം. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ്. എക്കണോമിക്സിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആണെന്നും അതേപോലെ തന്നെ ദെൻ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് എവറി അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി, every consumer consumes more and more of a commodity, every additional unit gives him lesser and lesser satisfaction. That law is called as law of diminishing marginal utility. ആ നിയമത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മളോട് പറയുന്നത് യൂട്ടിലിറ്റി എന്താണെന്ന് പഠിച്ചു, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് അറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ വാട്ട് ഈസ് മെൻ ബൈ ടോട്ടൽ യൂട്ടിലിറ്റി, ദെൻ ടോട്ടൽ യൂട്ടിലിറ്റിയിലും മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ദെൻ അതിൻ്റെ ഒരു ടേബിൾ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ പറഞ്ഞു. ദെൻ അതിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു, മാർജിനൽ യൂട്ടിലിറ്റി ഇങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതും പറഞ്ഞു. ദെൻ അവിടെ അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ പറഞ്ഞു. ഹോമോജിനസ് ഗുഡ്സ് ആണ്, കണ്ടിന്യൂറ്റി ഇൻ കൺസംഷൻ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത് അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. എക്സെപ്ഷൻ കേസിലെ റെയർ കളക്ഷൻ, ഹോബീസ് എക്സെട്ര, മൈസർ, ലിക്വർ എക്സെട്ര, ഇത്തരം കേസുകളൊക്കെ എക്സെപ്ഷൻ കേസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. അതിനുശേഷം പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ലോ, ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ടാക്സേഷൻ, basis of the policy of equal distribution of wealth, helpful in regulating daily expenditure, determination of market price, helpful to the economist and monopolist, basis of economic law, etc. These are the practical importance of law. Okay, നിങ്ങൾക്ക് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ദെൻ അതിൽ തന്നെ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. മനസ്സിലാക്കണമെന്ന് വിചാരിക്കണം.